ഹാൽ സിനിമയാണ് ആദ്യത്തെ വിഷയം. ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിച്ചിരുന്നു. കോടതി ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. വിശദമായി ആ വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇക്കാലത്ത് സിനിമകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സെൻസർ കട്ടിന്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ നേരിടേണ്ടി വരുന്ന സിനിമ ഇൻഡസ്ട്രിയെ തന്നെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ചില പ്രവണതകൾ അത് കൂടിക്കൂടി വരുന്നുണ്ട്. ഓരോ ദിവസവും ഇല്ലെങ്കിൽ ഓരോ ചിത്രം ഇറങ്ങുമ്പോഴും അത്തരത്തിൽ നിയമ പോരാട്ടം നടത്തിയ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയ റിസ്ക് എടുക്കേണ്ടി വരുന്നു സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഇന്നതൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്, കോടതി എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ഹാൽ സിനിമയിൽ ഹൈക്കോടതി ഉത്തരവ് ഇന്ന് വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സിനിമയുടെ പ്രമേയം ഭരണഘടനാപരമായ മൂല്യങ്ങളുമായി ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. കോടതി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ഹർജിക്കാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ പ്രതികരണം അതാണ്. മറ്റൊന്ന്, പ്രമേയം പരസ്പര വിശ്വാസങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ഈ സിനിമയിലൂടെ എന്നുകൂടി ഹർജിക്കാർ പറഞ്ഞിരുന്നു. അതാണ് കോടതി തിരുത്തിയിരിക്കുന്നത്. ഒപ്പം ലവ് ജിഹാദ് എന്ന് പറയുകയും എ സർട്ടിഫിക്കറ്റ് നൽകാനും കഴിയില്ല എന്നുള്ള തീരുമാനമാണ്. അതായത് നേരത്തെ തന്നെ ഇതിനകത്തുള്ള പ്രണയം, സിനിമയുടെ ആ പ്രണയ പശ്ചാത്തലമൊക്കെ ലവ് ജിഹാദുമായി കണക്ട് ചെയ്യുന്നതായിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ലവ് ജിഹാദ്. ഒപ്പം തന്നെ എ സർട്ടിഫിക്കറ്റ് നൽകുന്ന തീരുമാനമെടുത്തത് സെൻസർ ബോർഡായിരുന്നു. ആ വിഷയത്തിലും കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മതേതര ലോകത്തിന്റെ സന്ദേശം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം സെൻസർ ബോർഡിന് തിരിച്ചടിയായിട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കാം. ആ തിരിച്ചടികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ബോർഡിന് തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. അതായത് എ സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യം ഇല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണോ ആ സിനിമയ്ക്ക് നൽകേണ്ടത് അതിൽ തീരുമാനമെടുക്കാം. പക്ഷേ പിന്നീട് കോടതി പറഞ്ഞതാണ് വ്യത്യസ്ത കാറ്റഗറിയിൽ സർട്ടിഫിക്കറ്റ് തരാം എങ്കിൽ പോലും അത് തീരുമാനിക്കുന്നത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സെൻസർ ബോർഡിന് തിരിച്ചടിയായിട്ടുള്ള കോടതിയുടെ പോയിന്റ് ഇതാണ്. സെൻസർ ബോർഡിന് റിലീസിന് അനുമതി നിഷേധിക്കാം എന്നതുകൂടി പറഞ്ഞതിന് ശേഷമാണ് സെൻസർ ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം ഇല്ലെങ്കിൽ സിനിമയുടെ കാര്യത്തിൽ സെൻസർ ബോർഡ് എടുക്കാറുള്ള ചില സ്റ്റാൻഡ് അതിനെയാണ് കോടതി ചോദ്യം ചെയ്തത്. അതായത് ഇഷ്ടാനുസരണം അത്തരം അധികാരം ഉപയോഗിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ അതിനുള്ള അധികാരം സെൻസർ ബോർഡിനില്ല എന്നുള്ളതാണ്. ഒരു സിനിമയിൽ അവർക്ക് ആ ബോർഡിലിരിക്കുന്ന ആളുകൾക്കുള്ള ഇഷ്ടാനുസരണത്തിനെ ആയിരിക്കും കോടതി അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അവരുടെ താല്പര്യങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചൊക്കെ തീരുമാനമെടുക്കുക എന്നുള്ളത് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തിരിച്ചടി സെൻസർ ബോർഡിനുണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സെൻസർ ബോർഡ് നടപടി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേ സാഹചര്യത്തിൽ ഇന്ന് കോടതിയിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ സംവിധായകൻ നമ്മളോട് നേരത്തെ സംസാരിക്കുകയുണ്ടായിരുന്നു. അതായത് ഇതിൽ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു 10-15 കട്ടുകളായിരുന്നു സെൻസർ ബോർഡ് പറഞ്ഞിരുന്നത്. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി അത് ബോധ്യപ്പെടുത്തിയിരുന്നത്. പക്ഷെ ആ സമയത്ത് ഇന്നിപ്പോൾ കോടതിയിൽ കാര്യം എത്തിയപ്പോൾ സംവിധായകന്റെ ഇല്ലെങ്കിൽ ഈ സിനിമയുടെ അഭിഭാഷകൻ അവിടെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നുള്ളത് അത് ഒരിക്കലും ആ സിനിമാ പ്രവർത്തകരുടെ ഇല്ലെങ്കിൽ ആ സിനിമാ ക്രൂവിന്റെ തീരുമാനമല്ല, സംവിധായകന്റെയോ പ്രൊഡ്യൂസറിന്റെയോ ഇല്ലെങ്കിൽ അതിലെ അഭിനേതാക്കളുടെയോ ആരുടെയും തീരുമാനമല്ല. അഭിഭാഷകൻ മാത്രം ആ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് കോടതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കോടതി എപ്പോഴും ആ സിനിമയ്ക്കൊപ്പമാണ് നിന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ജാനകി വേഴ്സസ് കേരള സിനിമയിലെ തീരുമാനങ്ങളെ പോലെയല്ല, ഇതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് കോടതി ഈ സിനിമയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ പല വിഷയങ്ങളിലും സിനിമയ്ക്കൊപ്പം നിന്നാണ് കോടതി സംസാരിച്ചത്. എങ്കിൽ പോലും കൂടുതൽ വെട്ടിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച നിരവധി മാറ്റങ്ങൾ ഇന്നിപ്പോൾ കോടതി ശരിവെക്കുകയായിരുന്നു. അത് പക്ഷേ സെൻസർ ബോർഡിന് അനുകൂലമായിട്ടല്ല ശരിവെച്ചത്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ചാണ്. ആ വാക്കുകൾ ഇതൊക്കെയാണ്: ധ്വജപ്രണാമം, ആഭ്യന്തര ശത്രുക്കൾ, ഗണപതി വട്ടം, ഒപ്പം മറ്റ് ചില വാക്കുകൾ കൂടി വെട്ടിക്കളയണം എന്ന് കോടതിയും ഇന്ന് പറയുകയുണ്ടായി. സംഘം കാവലുണ്ട്, ഒപ്പം തന്നെ ബീഫ് ബിരിയാണി കഴിക്കുന്ന ഒരു രംഗമുണ്ട്, രാഖി കെട്ടിയിരിക്കുന്ന അതിന്റെ ദൃശ്യം മറയ്ക്കണം. അപ്പം ഇതൊക്കെ സംഘപരിവാറിന്റെ ആവശ്യങ്ങൾ, അതായത് ഒരു
സെൻസർ ബോർഡ് ആവശ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് ആയിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് ഏത് തരത്തിൽ പൊതുജനം ഇല്ലെങ്കിൽ എങ്ങനെ തിയേറ്റർ അത് ആഘോഷിക്കുന്നു, ഇല്ലെങ്കിൽ എങ്ങനെ ആ വാക്കുകളെ ആളുകൾ തമാശയായി ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളതിലാണ് ഈ സംഘപരിവാറിനുണ്ടായിരുന്ന പ്രശ്നം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കട്ടുകൾ. അത് സെൻസർ ബോർഡ് അതിന് നിർദ്ദേശിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡയലോഗുകളാണെങ്കിലും ആളുകളാണെങ്കിലും അതിന്റെ കഥാപശ്ചാത്തലമാണെങ്കിലും അത് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഒക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സെൻസർ ബോർഡിന്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് അവരുടെ താല്പര്യം അനുസരിച്ചുള്ള അവരുടെ കട്ട് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ സിനിമാ പ്രവർത്തകർ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി കോടതിയിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളുടെ വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, നേരത്തെ നമ്മൾ ഇതിന്റെ സംവിധായകനുമായി സംസാരിച്ചിരുന്നു. കോടതിയിൽ നടന്ന സംഭവങ്ങൾ, ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സിനിമയുടെ കാര്യത്തിൽ തയ്യാറല്ല. അങ്ങനെയെങ്കിൽ റിലീസ് വേണ്ട എന്നുള്ള തീരുമാനമില്ല, അത് തിയേറ്ററിലേക്ക് എത്തണ്ട, സിനിമ ഇല്ലാതായി പോയാലും കുഴപ്പമില്ല, നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയുടെ അണിയർ പ്രവർത്തകർ നിൽക്കുന്നു. പക്ഷെ കോടതിയിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. കോടതി ഇപ്പോൾ വീണ്ടും സെൻസർ ബോർഡിലേക്ക് ഈ സിനിമ അയക്കണം എന്ന് പറഞ്ഞ സാഹചര്യം എന്തായിരുന്നു കോടതിയിലുണ്ടായത്? ഷെയ്ൻ നിഗത്തെ നായകനാക്കി റഫീഖ് വീര സംവിധാനം ചെയ്യുന്ന ജൂബി തോമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ, ആൽ സിനിമയുടെ അതിന്റെ ഈ കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു അതിന്റെ റിലീസ് നടക്കേണ്ടിയിരുന്നത്. ആ സിനിമ സെൻസർ ബോർഡ് ഇടപെട്ട് ചില കടുംവെട്ട് നിർദ്ദേശിക്കുകയാണ്. ഏകദേശം 10-15 മാറ്റങ്ങളാണ് സെൻസർ ബോർഡ് അതിന് മറുപടിയായി ഇവർക്ക് നൽകിയത്. ഇങ്ങനെയൊക്കെ നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയാൽ പോലും എ സർട്ടിഫിക്കറ്റ് നൽകാമെന്നും ആ കത്തിലുണ്ടായിരുന്നു. അതാണ് പ്രശ്നത്തിന്റെ തുടക്കം. ഹൈക്കോടതിയെ സമീപിക്കുന്നു ബന്ധപ്പെട്ട ആളുകൾ. ഹൈക്കോടതി കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പ്രാഥമികമായ ഒരു വാദം കേട്ട ശേഷം ഇതിന്റെ അണിയറ പ്രവർത്തകർ കോടതിയിൽ വെച്ചൊരു കാര്യം, ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ ഗൈഡ് ലൈൻസ് എ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ഒരു തരത്തിലുമുള്ള ഗൈഡ് ലൈൻസ് ലംഘിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എ സർട്ടിഫിക്കറ്റ് നൽകിയ നടപടി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് ഇപ്പൊ നേരത്തെ തന്നെ വിശദമായി സൂചിപ്പിച്ചതുപോലെയുള്ള കുറേ അധികം സംഭാഷണങ്ങളും രംഗങ്ങളും ഒക്കെ വെട്ടിമാറ്റണമെന്ന നിർദ്ദേശം, ഈ രണ്ട് കാര്യങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവർ മുന്നോട്ട് വെച്ചു. കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഇതിനകത്തുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കോടതി ദയവായി സിനിമ കാണണം. കോടതി ജസ്റ്റിസ് VG അരുണാണ് ഈ ഹർജി പരിഗണിച്ചത്. കോടതി ഈ വിഷയം വളരെ വിശദമായി തന്നെ അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. അവരുടെ ക്ഷണം സ്വീകരിച്ചു. ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു കാക്കനാടുള്ള ഒരു തിയേറ്ററിൽ പോയി, കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ പോയി ആ സിനിമ കാണുകയും ചെയ്തു. ആ സിനിമ കാണുമ്പോൾ ജഡ്ജിക്കൊപ്പം ഈ അഭിഭാഷകരുണ്ടായിരുന്നു, പരാതിക്കാരുടെ അഭിഭാഷകരുണ്ടായിരുന്നു, ഇതിൽ കക്ഷി ചേർന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിഭാഷകരുണ്ടായിരുന്നു, RSSന്റെ എറണാകുളത്തുള്ള പ്രാദേശിക ഭാരവാഹി ഇതിനകത്ത് കക്ഷി ചേർന്നിരുന്നു. ഇവരെല്ലാം പറഞ്ഞിരുന്നത് ഈ സിനിമയ്ക്ക് ഒരു കാരണവശാലും അനുമതി നൽകാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഇങ്ങനെ ഈ സിനിമ കോടതിയും കണ്ടു, ഈ അഭിഭാഷകരും കണ്ടു. അതിനുശേഷമാണ് വിശദമായ വാദം നടന്നത്. ഈ വാദം നടക്കുമ്പോഴൊക്കെ ഉയർത്തിയ ചില പ്രധാനപ്പെട്ട വാദങ്ങൾ സമൂഹത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന, ഇവിടെ നിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ ചില പ്രമേയമാണ് ഈ സിനിമ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് 2 വിഭാഗത്തിലുള്ള ആളുകൾ കല്യാണം കഴിക്കുന്നു, അതിനെ ലവ് ജിഹാദ് എന്നതുൾപ്പെടെയുള്ള ടേം ഉപയോഗിച്ചാണ് കത്തോലിക്ക കോൺഗ്രസിന്റെയും ഒക്കെ അഭിഭാഷകർ കോടതിയിൽ വളരെ വിശദമായ വാദം ഉന്നയിച്ചത്. അതിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒരു 2 വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം യുവാക്കൾ കല്യാണം കഴിക്കുന്നു, അതിനെ വളരെ മഹത്തരമായി ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ പോർട്രേ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഈ വാദം മുഴുവൻ വിശദമായി കേട്ട ശേഷം കോടതി, സിനിമ കണ്ട കോടതിയാണ് ഈ ഉത്തരവ് പറയുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. കോടതി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജ്യത്തെ ഭരണഘടനയോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മതേതര മൂല്യങ്ങളോടും ചേർന്ന് പോകുന്ന വളരെ നല്ല രൂപത്തിലുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് എ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ല. കാര്യം ഈ സിനിമയ്ക്ക് ഏത് സർട്ടിഫിക്കറ്റ്, U ഉണ്ട്, UA ഉണ്ട്, A ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറികളിലുള്ള സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് നൽകാറുണ്ട്. പക്ഷേ ഏത് സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ളത് സെൻസർ ബോർഡിന്റെ നിക്ഷിപ്ത താല്പര്യമാണ്. പക്ഷേ അങ്ങനെ നിക്ഷിപ്തമായ അധികാരമുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നൽകാൻ തന്നിഷ്ടപ്രകാരം ഒരു അധികാരം വിനിയോഗിക്കാൻ കഴിയില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പറയുന്നുണ്ട്. അതിനർത്ഥം ഇതിനകത്ത് എ സർട്ടിഫിക്കറ്റ് നൽകാൻ മാത്രമുള്ള
മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് കോടതിക്ക് തന്നെ സിനിമ കണ്ടു. സെൻസർ ബോർഡിലേക്ക് വീണ്ടും എപ്പോഴാണ്, അതായത് ഇപ്പോഴുള്ള കോടതി പറഞ്ഞിരിക്കുന്ന ആ കട്ടുകൾ ഉൾപ്പെടെ ഇപ്പോഴും അതിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അത് സമ്മതിക്കുന്നില്ല, അവർ മറ്റൊരു വക്കീലുമായി പോകാം എന്നൊക്കെയുള്ള തീരുമാനമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് വീണ്ടും സെൻസർ ബോർഡിന് മുന്നിൽ നൽകാനുള്ള തീരുമാനത്തിൽ നിന്നാണോ അവർ പിന്നോട്ട് പോകുന്നത്? ഇനി ആ രീതിയിൽ പോകേണ്ട, മറ്റൊരു ഹർജിയുമായി പോകാം എന്നുള്ള തീരുമാനത്തിലാണോ? ഒരു പക്ഷേ ഇതിൽ വീണ്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഇവർ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടല്ലോ, അപ്പം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചില മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നൊക്കെയുള്ളതുണ്ട്. അതുമല്ല, കോടതി പറഞ്ഞിരിക്കുന്നു അങ്ങനെ എയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, അതായത് ഇവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കരുത് അത് കൊടുക്കുന്നത് എന്നൊക്കെയുണ്ട്. അങ്ങനെയെങ്കിൽ ബോർഡ് അവിടെ തിരുത്താനുള്ളൊരു സാധ്യതയുണ്ടോ ഇവർ പോവുകയാണെങ്കിൽ തന്നെ? കോടതിക്കകത്ത് റിവിഷൻ ഹർജി വന്നാൽ, പുനഃപരിശോധന ഹർജി വന്നാൽ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. വീണ്ടും അവരുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് കോടതി പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് പ്രകാരം അതുകൂടി അംഗീകരിച്ചുകൊണ്ട് ഈ ഇതിനകത്ത് സെൻസർ ബോർഡ് 6 കോളങ്ങളിലായി നിർദ്ദേശിച്ചു. അതിൽ 5ഉം 6ഉം കോളങ്ങൾ, ആ കോളങ്ങൾക്കകത്ത് ചില കണക്കുകൾ പറയുന്നുണ്ട്, മതാധിഷ്ഠിതമായ ചില വിവാഹങ്ങളുടെ കണക്ക്. അതിനകത്ത് ആധികാരികതയില്ല എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശമുണ്ട്. മറ്റൊരു കാര്യം, അവിടെയാണ് ഗണപതി വട്ടം, അതോടൊപ്പം തന്നെ സംഘം കാവലുണ്ട്, ആഭ്യന്തര ശത്രുക്കൾ തുടങ്ങിയ നിരവധി വാക്കുകൾ, അത്തരം വാക്കുകൾ, പിന്നെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം, രാഖിയുടെ ദൃശ്യങ്ങൾ, ഇതൊക്കെ മറക്കണമെന്ന് പറയുന്നു. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്ന് പറയുന്നു. ഇതെല്ലാം ഒഴിവാക്കി 2 ആഴ്ചക്കകം പുതിയൊരു അപേക്ഷ, ഒരു ഫ്രഷ് അപേക്ഷ സെൻസർ ബോർഡിന് മുന്നിൽ വെക്കണം. എന്നിട്ട് 2 ആഴ്ചക്കകം അവർ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും, ഇതാണ് കോടതിയുടെ ഒരു ഉത്തരവ്. പക്ഷെ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ, റഫീഖ് തന്നെ നേരത്തെ, ഈ സംവിധായകൻ തന്നെ നമ്മോട് സംസാരിച്ചത്, ഇത് അഭിഭാഷകൻ പ്രസന്റ് ചെയ്ത സമയത്ത് സംഭവിച്ചു പോയ ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് അങ്ങനെയാണെങ്കിൽ ഒരു പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ രംഗങ്ങൾ പോലും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നേരത്തെയുള്ള സിംഗിൾ ബെഞ്ച് വിധി പരിശോധിക്കുന്നതിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ മറ്റൊരു ബെഞ്ചിലോ, ഒരു സിംഗിൾ ബെഞ്ചിൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കൂടുതലായി, അതാണ് അതിന്റെ കറക്റ്റ് സ്റ്റാൻഡെന്ന് തോന്നുന്നു. കാരണം ഓരോ സിനിമയ്ക്കും ഇത്തരത്തിൽ സെൻസർ ബോർഡ്, അതായത് സെൻസർ ബോർഡ് ഇവിടെ എല്ലാ സിനിമകളും അത്തരത്തിൽ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ്. കാരണം വെട്ടിക്കളയേണ്ട പലതും വെട്ടാതെ പല സിനിമകളും തിയേറ്ററുകളിൽ എത്താറുണ്ട്, ഇല്ലെങ്കിൽ OTT-യിലൊക്കെ പിന്നീട് അത് റിലീസ് ചെയ്യാറുണ്ട്, വലിയ ചർച്ചയാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള, അതായത് സംഘപരിവാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സംഘപരിവാറിനെ കളിയാക്കുന്നുവെന്ന് അവർക്ക് തന്നെ തോന്നലുണ്ടാക്കുന്ന, സംഘപരിവാർ തന്നെ പടച്ചുവിട്ടിരിക്കുന്ന ധ്വജപ്രണാം പോലെയുള്ള ചില വാക്കുകൾ, അതവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന, ഒരു സിനിമയിൽ ഉപയോഗിക്കുന്നതിൽ അവർ അസ്വസ്ഥരാകുന്നു എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് കോടതി ഇത്തരത്തിലൊരു സ്റ്റാൻഡ് എടുക്കുന്നത്. മാത്രവുമല്ല, സിനിമാ മേഖലയിൽ നിന്ന് അത്തരത്തിലൊരു ശബ്ദം ഉയരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഓരോ സിനിമ എടുക്കുമ്പോഴും അതിൽ ഉപയോഗിക്കുന്ന വാക്കുകളെ, അതിലെ നായികയും നായകനും ഏത് മതത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് തീരുമാനിക്കുന്നത് വരെ, തീരുമാനിക്കുന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്കയുണ്ടാക്കുന്ന, ഇല്ലെങ്കിൽ അതിൽ പോലും വലിയ കുഴപ്പമുണ്ടാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ ഇത്തരം ഫൈറ്റുകൾ കൂടി ആവശ്യമാകും. ഇനിയിപ്പോൾ അത് തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും, ഹാൾ തിയേറ്റർ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, തന്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന സംവിധായകൻ പറയുന്നതിൽ ഒരു പ്രതീക്ഷ ഇൻഡസ്ട്രിക്കുണ്ട്. മാത്രവുമല്ല, ഇൻഡസ്ട്രി മുഴുവനായും ഈ വിഷയത്തിൽ സിനിമാക്കാർക്ക് ഒപ്പമാണ് എന്നുള്ളതാണ്. പല സംഘടനകളും ഇതിൽ നേരത്തെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പ്രതികരിച്ചതനുസരിച്ചാണെങ്കിലും എല്ലാവരും ആ സപ്പോർട്ടുമായി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാൻ ധൈര്യം കാണിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായി കൂടി ഈ സെൻസർ ബോർഡിന്റെ കട്ടുകൾ മാറിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അതിനെ അങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്നു. അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു എന്നുള്ളത് കൂടിയാണ്. കോടതി കണ്ടതിന് ശേഷം നാട്, ഇല്ലെങ്കിൽ മലയാളികൾ ആ സിനിമ കാണേണ്ട അവസ്ഥയിലേക്ക് ഓരോ സിനിമയ്ക്കും സംഭവിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഹാൽ സിനിമയുടെ കാര്യത്തിൽ നിന്നുകൂടി